ആഗോളതാപനവും അതിനെ തുടർന്നുള്ള കാലാവസ്ഥാ മാറ്റങ്ങളുടെയും കെടുതികൾ അനുഭവിക്കുകയാണ് ലോകരാജ്യങ്ങൾ. കാലം തെറ്റിത്തുന്ന മഴയും പ്രളയവും തുടങ്ങി കാട്ടുതീയും വേലിയേറ്റവുമെല്ലാം ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻകൈയെടുത്ത് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ പാറ്റഗോണിയൻ തണ്ണീർത്തടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ചിലിക്കും അർജന്റീനയ്ക്കും മധ്യയാണ് ജൈവവൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമായ പാറ്റഗോണിയൻ തണ്ണീർത്തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ചെറുതും വലുതുമായ നിരവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിയന്ത്രിക്കുന്നതിലും ഭൂമിക്കടിയിലെ ജലത്തിന്റെ ഒഴുക്കും സംരക്ഷണവും ഉറപ്പാക്കുന്നതിലും ഉൾപ്പെടെ വലിയ പങ്കാണ് പാറ്റഗോണിയൻ തണ്ണീർത്തടങ്ങൾക്കുള്ളത്. 1240 മൈൽ നീണ്ടുകിടക്കുന്ന ഭൂമിയെ മനുഷ്യരുടെ കടന്നുകയറ്റം സാരമായി ബാധിച്ചതോടെയാണ് സംരക്ഷണ തീരുമാനവുമായി സർക്കാരുകൾ രംഗത്തെത്തിയത്. തണ്ണീർത്തടത്തിലെ 10 മീറ്റർ മേൽമണ്ണ് നഷ്ടപ്പെട്ടാൽ മാത്രം 10,000-ഓളം വർഷത്തിന്റെ ജൈവിക ചരിത്രമാണ് നഷ്ടപ്പെടുകയെന്നാണ് ജൈവശാസ്ത്രജ്ഞരുടെ വാദം. ജൈവ വൈവിധ്യത്തിനൊപ്പം പരിസ്ഥിതിയെയും സംരക്ഷിക്കാനാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി നിയമനിർമ്മാണത്തിനൊരുങ്ങിയത്. പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ 2024 മാർച്ച് 26-ന് ചിലി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ പരിസ്ഥിതി സംരക്ഷണ നിയമവും പാസാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും പരിസ്ഥിതി സംഘടനകളും സർവകലാശാലകളും തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിട്ടുമുണ്ട്. തണ്ണീർത്തടങ്ങളിലെ ജൈവ വൈവിധ്യ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക, ദ്വിരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക, ശാസ്ത്രീയ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയവ ലക്ഷ്യം വെച്ചാണ് നിയമനിർമ്മാണം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി കോപ്പ് ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷനിലും വിഷയം ഉൾപ്പെടുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.